സുഹൃത്തുക്കളെ, ഇന്ന് 2024 ഏപ്രിൽ 17. ഇന്നത്തെ എൻ്റെ ഒരു ദൗത്യം ചേർപ്പ് CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ മുൻപിൽ പത്രം വായിക്കാൻ എത്തിയപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു വികാരത്തിൻ്റെ പുറത്താണ് സുനിലിന് ഒരു ഗീതം. പി സലിംരാജ് എഴുതിയ ഈ കവിത, സുനിലിന് ഒരു ഗീതം. ഇത് ഞാൻ സ്നാപ്പ് നമ്പർ 928 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. നോക്കാം. സുനിലിന് ഒരു ഗീതം. പി സലിംരാജ്. അന്തിക്കാടിൻ നമ്മ മനസ്സിൽ ചെന്തി പൊരിയുടെ ചേലിൽ, അന്തിക്കാടിൻ നമ്മ മനസ്സിൽ ചെന്തി പൊരിയുടെ ചേലിൽ തിളങ്ങി നിൽക്കും താരകമല്ലേ നമ്മുടെ VS സുനിൽകുമാർ. തിളങ്ങി നിൽക്കും താരകമല്ലേ നമ്മുടെ VS സുനിൽകുമാർ. പൊരുതിക്കയറും ധീരതയല്ലേ, പൊരുതിക്കയറും ധീരതയല്ലേ, തീയിൽ കുരുത്ത കരുത്തല്ലേ, തീയിൽ കുരുത്ത കരുത്തല്ലേ, തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനല്ലേ, തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനല്ലേ, നമ്മുടെ പ്രതിനിധിയല്ലേ, നമ്മുടെ പ്രതിനിധിയല്ലേ. അന്തിക്കാടിൻ നമ്മ മനസ്സിൽ ചെന്തി പൊരിയുടെ ചേലിൽ തിളങ്ങി നിൽക്കും താരകമല്ലേ നമ്മുടെ VS സുനിൽകുമാർ. പൊരുതിക്കയറും ധീരതയല്ലേ, തീയിൽ കുരുത്ത കരുത്തല്ലേ, തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനല്ലേ, നമ്മുടെ പ്രതിനിധിയല്ലേ. വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ, വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിത്തെറിഞ്ഞത് സുനിലല്ലേ, വിത്തെറിഞ്ഞത് സുനിലല്ലേ. വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ, വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിത്തെറിഞ്ഞത് സുനിലല്ലേ. കനക കതിർമണി അരിവാൾ ചിരിയാൽ, കനക കതിർമണി അരിവാൾ ചിരിയാൽ കൊയ്തുമെതിച്ചത് സുനിലല്ലേ, കൊയ്തുമെതിച്ചത് സുനിലല്ലേ. വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിത്തെറിഞ്ഞത് സുനിലല്ലേ. കനക കതിർമണി അരിവാൾ ചിരിയാൽ കൊയ്തുമെതിച്ചത് സുനിലല്ലേ. കടക്കണികളിൽ വീണൊരു കർഷകർ, കടക്കണികളിൽ വീണൊരു കർഷകർ സുനിലിനെ രക്ഷകനാക്കില്ലേ. കടക്കെണികളിൽ വീണൊരു കർഷകർ സുനിലിനെ രക്ഷകനാക്കില്ലേ. സുനിൽ സഖാവിനെ സ്വന്തം മകനായി നെഞ്ചിൽ ചേർത്തു പിടിക്കില്ലേ. സുനിൽ സഖാവിനെ സ്വന്തം മകനായി നെഞ്ചിൽ ചേർത്തു പിടിക്കില്ലേ. വിയർപ്പ് മുത്തുകൾ ചിതറിയ മണ്ണിൽ വിത്തെറിഞ്ഞത് സുനിലല്ലേ. കനക കതിർമണി അരിവാൾ ചിരിയാൽ കൊയ്തുമെതിച്ചത് സുനിലല്ലേ. കടക്കണികളിൽ വീണൊരു കർഷകർ സുനിലിനെ രക്ഷകനാക്കില്ലേ. സുനിൽ സഖാവിനെ സ്വന്തം മകനായി നെഞ്ചിൽ ചേർത്തു പിടിക്കില്ലേ, നെഞ്ചിൽ ചേർത്തു പിടിക്കില്ലേ. പള്ളി തകർക്കാൻ കൂട്ടുനിന്നവർ, പള്ളി തകർക്കാൻ കൂട്ടുനിന്നവർ സുനിലിനെ കണ്ടുവിറക്കില്ലേ. പള്ളി തകർക്കാൻ കൂട്ടുനിന്നവർ സുനിലിനെ കണ്ടുവിറക്കില്ലേ. പാർലമെന്റിൽ സുനിലിൻ ശബ്ദം, പാർലമെന്റിൽ പാർലമെന്റിൽ സുനിലിൻ ശബ്ദം ഇടിനാദം പോൽ പടരില്ലേ. പാർലമെന്റിൽ സുനിലിൻ ശബ്ദം ഇടിനാദം പോൽ പടരില്ലേ. വിദ്യാർത്ഥികളുടെ വീട്ടമ്മമാരുടെ, വിദ്യാർത്ഥികളുടെ വീട്ടമ്മമാരുടെ പാട്ടുകൾ തെരുവിൽ മുഴങ്ങില്ലേ, പാട്ടുകൾ തെരുവിൽ മുഴങ്ങില്ലേ. അവരോടൊപ്പം നിൽക്കും സുനിലിന് ചരിത്ര വിജയമുറപ്പല്ലേ. അവരോടൊപ്പം നിൽക്കും സുനിലിന് ചരിത്ര വിജയമുറപ്പല്ലേ. പള്ളി തകർക്കാൻ കൂട്ടുനിന്നവർ സുനിലിനെ കണ്ടുവിറക്കില്ലേ. പാർലമെന്റിൽ സുനിലിൻ ശബ്ദം ഇടിനാദം പോൽ മുഴങ്ങില്ലേ, ഇടിനാദം പോൽ പടരില്ലേ. വിദ്യാർത്ഥികളുടെ വീട്ടമ്മമാരുടെ പാട്ടുകൾ തെരുവിൽ മുഴങ്ങില്ലേ. വിദ്യാർത്ഥികളുടെ വീട്ടമ്മമാരുടെ പാട്ടുകൾ തെരുവിൽ മുഴങ്ങില്ലേ. അവരോടൊപ്പം നിൽക്കും സുനിലിന്
അവരോടൊപ്പം നിൽക്കും സുനിലിന്, അവരോടൊപ്പം നിൽക്കും സുനിലിന്. ചരിത്ര വിജയമുറപ്പല്ലേ, ചരിത്ര വിജയമുറപ്പല്ലേ, ചരിത്ര വിജയമുറപ്പല്ലേ. തൃശൂർ LDF ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ അരിവാൾ ധാന്യഖദർ ചിഹ്നത്തിൽ വോട്ടുകൾ അടയാളപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. നമ്മുടെ 20ഓളം സ്ഥാനാർത്ഥികൾ, LDFന്റെ 20ഓളം സ്ഥാനാർത്ഥികൾ പാർലമെന്റിൽ എത്തണമെന്നാണ് പുരോഗമന ചിന്തയുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. കുതിരകളായിട്ട് തന്നെ അവരവിടെ എത്തണം. ഇവിടെ നിന്ന് മറ്റ് നമ്മുടെ നേരത്തെ ഇവിടെ നിന്നൊക്കെ ജയിപ്പിച്ചു വിട്ട ആളുകളെല്ലാം അവിടെ ചെന്ന് കഴുതകളായി മാറിയ ചരിത്രമാണ്. ഈ വർഗീയ ഫാസിസത്തിൻ്റെ മുൻപിൽ മുട്ടുപുറയ്ക്കുന്ന ആളുകളായി മാറുക, കഴുതുകളായി മാറുക. ഇതിങ്ങനെ പണം കാണുമ്പോൾ ഇങ്ങനെ നിന്ന് അതും ഇങ്ങനെ അവരുടെ ചെരുപ്പ് വേണമെങ്കിൽ നക്കാൻ തീരുമാനിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവരല്ല വേണ്ടത്. ഒന്നാം UPA ഗവൺമെൻറ് 2004 വരുമ്പോൾ നമുക്ക് 64 പ്രതിനിധികളുണ്ട്. എത്ര ഗംഭീരമായിട്ടാണെന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ്റിനെ നമ്മൾ നയിച്ചത്, ചരിത്രബോധം കൊടുത്ത് നയിച്ചത്. പക്ഷെ അവർ ആ സമയത്ത് അത് കൈയൊഴിഞ്ഞു. അവർക്കതിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലായില്ല. അതിനുശേഷമാണ് BJPയുടെ മുന്നോട്ടുള്ള വരവ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2014 അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ചെറിയ സീറ്റുകളായിട്ട് വാജ്പേയി ഭരിച്ചതും. അപ്പോൾ നമ്മൾ ഈ 2014 കഴിഞ്ഞ് 19 ആകുമ്പോഴേക്കും വീണ്ടും ഈ വിശ്വാസം അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഈ ജടിലമായിട്ടുള്ള ഈ ഹിന്ദു വർഗീയ സവർണ മേധാവിത്വത്തിൻ്റെയൊക്കെ ബ്രാഹ്മിൺ മേധാവിത്വത്തിൻ്റെ ഐഡിയോളജീനെ സാധാരണ മനുഷ്യരിലേക്ക് വരെ എത്തിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മുന്നേറ്റമുണ്ട്. പക്ഷേ അതിൻ്റെ അപകടങ്ങൾ മണത്തറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യർ. അപ്പോൾ ഇനി നമ്മൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരെങ്കിലും അവിടെ വേണം. ഇന്ത്യ മുന്നണിക്ക് കരുത്തായിട്ട് നമ്മളിവിടുന്ന്, ഇന്ത്യ മുന്നണിയിലൊക്കെ എല്ലാവരും ഒരുമിച്ചുണ്ടെന്ന് പറയുമ്പോൾ ഒരുതരം ചിന്തയുണ്ട്. പക്ഷെ അതല്ല, കേരളത്തിൽ നിന്ന് നമ്മൾ 20 പേര് വേണം. ഈ ലെഫ്റ്റിന് ഫോഴ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് പല ഇന്ത്യ മുന്നണിയിൽ പലരും വിജയിച്ച് കയറുന്നു. തീർച്ചയായിട്ടും അവരെല്ലാവരും ചേർന്ന് തന്നെയാണ് അവിടെ എത്തേണ്ടത്. 250 താഴെ സീറ്റിൽ 200 ഒതുക്കണം NTAനെ. തീർച്ചയായിട്ടും നമ്മൾ ബാക്കിയുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് വേണം ഒരു പുതിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യയുടെ സെക്യുലറിസം, ജനാധിപത്യം, എല്ലാ മതങ്ങൾക്കും ഒരുമിച്ച്, എല്ലാ വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും ഒരുമിച്ച് പൗരന്മാർ എന്നുള്ള രീതിയിൽ അവർക്കുള്ള അവർ സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന രീതി, ജീവിത നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ഒരു ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്. ഛിന്ന ഭിന്നമായിട്ട് ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഛിന്ന ഭിന്നമായിക്കരുത്. ഈ മുട്ടയുണ്ടാക്കുമ്പോൾ നല്ലൊരു ഓമലറ്റ് വരുന്നതിന് പകരം എല്ലാം കൂട്ടിയിട്ട് കൊത്തിപ്പൊരിച്ച് മൊത്തം കൊത്തിപ്പൊരിയാക്കുന്ന പരിപാടി അതല്ല വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ സുനിലിനൊരു ഗീതം ഇന്ന് സ്നാപ്പ് നമ്പർ 928 നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുക. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്ന പേരിലാണിത് ഞാനിത് യൂട്യൂബിലിടാൻ പോകുന്നത്. ചാക്കോടി അന്തിക്കാട് ഫിലിംസിലും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ 2 ചാനലിലൂടെ ഈ ഇതേപോലെയുള്ള വർക്കുകളാണ് നമ്മൾ ഇതുവരെ ചെയ്തു. മണിപ്പൂർ ആയി ബന്ധപ്പെട്ട കുറേ സ്നാപ്പുകളുണ്ട്. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മളിതിൻ്റെ സാമ്പത്തികം നോക്കിയിട്ടല്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ 10 പൈസ ചിലവില്ല. ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുത്താൽ മതി. എല്ലാവരും ധാരണ സബ്സ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര ചിലവുണ്ടെന്ന് ഒന്നുമില്ല. നമുക്ക് ഈ 26-ാം തീയതി നമ്മുടെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നവർ ലെഫ്റ്റ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ഏറ്റവും സുവർണ മുദ്രയുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള നിഷ്കളങ്കമായ സത്യസന്ധരായ 20 സ്ഥാനാർത്ഥികളാണ്. നോൺ കറപ്റ്റ്, അഴിമതിയില്ലാത്ത, വർഗീയ വിഷം പുരണ്ടാത്ത ഒരുപാട് മികച്ച സ്ഥാനാർത്ഥികളാണ് നമുക്കുള്ളത്. ഇവർ ഈ വർഷം നമ്മൾ ചരിത്ര വിജയത്തിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഇന്ത്യ തന്നെ ഉണ്ടാവില്ല. അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ തന്നെ ഉണ്ടാവും സംശയമാണ്. തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അടുത്ത സ്നാപ്പിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞാൻ ചാക്കോടി അന്തിക്കാട്, സ്നാപ്സ് ചാക്കോടി അന്തിക്കാട്, SNAPS CHACKODANTHIKAD, പിന്നെ ചാക്കോടി അന്തിക്കാട് ഫിലിംസ്. ഇങ്ങനെ 2 യൂട്യൂബാണ് ഞാനായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യേണ്ടതുണ്ട്. രാവിലെ തന്നെ ചെയ്തു നോക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അഭിവാദ്യങ്ങൾ. വോട്ട് ഫോർ LDF.